പെട്രോൾ ബോംബ് എറിയുന്ന സീനുണ്ടല്ലോ, അല്ലെങ്കിൽ ബോംബ് എറിയുന്ന സീൻ. ലാത്തി ചാർജ് അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം വീണപ്പോൾ ദുൽഖറിൻ്റെ എൻട്രി വരുന്നു. ദുൽഖർ എൻട്രി വന്നിട്ട് മറ്റേ കുപ്പിയിൽ അപ്പോൾ അവിടെ കുപ്പിയൊക്കെ കൊണ്ടുവന്നു. അപ്പം ഇടയ്ക്ക് ആരുടെ കയ്യിലെ കുപ്പിയും കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ കുപ്പിയുടെ ഡമ്മി ഉണ്ടാക്കിയിട്ടുണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റിങ് ഡമ്മിയൊക്കെ. അപ്പോൾ ഞാനത് ഡമ്മിയില്ല, ഓക്കെ സമാധാനം. അപ്പോൾ ഞാൻ ഇച്ചിരി ധൈര്യമായിട്ട് അതിന് മുമ്പ് ലാത്തി ചാർജ് എടുത്തു വന്നല്ലോ. അപ്പോൾ ഞാൻ ഇച്ചിരി ഫ്രണ്ടിലോട്ടൊക്കെ ഇപ്പം പ്രധാന നേതാവെന്നതിൽ ഇച്ചിരി ഫ്രണ്ടിലേക്കൊക്കെ തന്നെ ഞാൻ നിൽക്കുകയും അടി കൊണ്ട് വീഴുമ്പോഴൊക്കെ അങ്ങനെ ഞാൻ അതിനോടുള്ള ധൈര്യമൊക്കെ കാണിച്ചിരുന്നു. ഇത് ഒറിജിനൽ കുപ്പിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ മൊമെൻറ്റിൽ തന്നെ അപ്പോൾ അതൊക്കെ കമന്നായിരുന്നു അടി കൊണ്ട് വീണ് ആദ്യം കിടക്കുന്നതെന്ന് ഞാൻ അതിവിദഗ്ധമായിട്ട് കണ്ടിന്യൂറ്റിയൊക്കെ പിടിച്ച് ഒരു തരത്തിൽ അവിടുന്ന് മലന്ന് നേരെയാക്കി. അപ്പോൾ പുറമെ കുറച്ച് ധൈര്യം ഇങ്ങനെ സെറ്റ് ഇട്ടിരുന്ന എൻ്റെ ചെറിയ ധൈര്യം ചോർന്നു. എന്നാലും ഞാൻ അധികം പുറത്ത് പ്രകടിപ്പിക്കാനൊന്നും നിന്നില്ല. ഒരു ടേക്കിൽ സാധനം കത്തിച്ചുകൊണ്ട് പോയി എറിയാണ്. എറിയാൻ നേരത്ത് പോത്തന് ഇവിടെ കിടക്കുന്നുണ്ട്, താഴത്ത് ഞാനിവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇത് ഒറിജിനലാണെങ്കിൽ കുഴപ്പമില്ല, സാധനം നല്ല രീതിയിൽ തന്നെ വരും. ഇത് കുറച്ച് പ്ലാസ്റ്റിക് സ്പെഷ്യലൊരു ഇതുള്ളൊരു കുപ്പിയാണ്. അത് വന്ന് പൊട്ടി തെറിക്കാതിരിക്കാൻ അതിലുള്ള മണ്ണെണ്ണ പൊട്ടാൻ നേരത്ത് കുപ്പിയാണെങ്കിൽ അത് തെറിച്ചു പോകും. അപ്പോൾ അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടി അങ്ങനത്തെ കറക്റ്റായിട്ടുള്ള സേഫ്റ്റി സൈഡൊക്കെ നോക്കിയിട്ടാണ് അവളേട്ടൻ അതിൽ വേറെ ടൈപ്പ് ഒരു കുപ്പി ചെന്നൈയിൽ നിന്ന് വന്ന് അതിൽ പെട്രോൾ ഒഴിച്ചത്. അത് കാറ്റത്താണെങ്കിൽ ചെറുതായിട്ട് അവിടെ വരെ എത്തണില്ല, അതിന് വെയിറ്റ് കുറവായിരുന്നു. ഞാനും പോത്തനോട് കിടക്കുന്നുണ്ട്. ഞങ്ങൾ കിടന്നിട്ട് താഴത്ത് കിടന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണേ ഞങ്ങൾക്കതെടുത്ത് സംഭവം ഇങ്ങനെ എറിഞ്ഞ് മുകളിലോട്ട് പോയിട്ടേ ഞങ്ങൾ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ വന്നിട്ട് വളരെ അപ്പോൾ ഈ ഭയങ്കര സ്ലോ മോഷനിൽ കാണാൻ പറ്റിയെന്നുള്ളതാണ്. അങ്ങനെ കിടന്നപ്പോഴത്തേക്കും അതിങ്ങനെ വന്നിട്ട് അതിൻ്റെ ഇതിൻ്റെ വേഗം ഉണ്ടല്ലോ, അതിങ്ങനെ വന്നിട്ട് ആ വേഗം ഇങ്ങനെ വന്നിട്ട് എൻ്റെ മുകളിലെത്തി പിടിച്ചിട്ട് സ്ലോ ആയോ എന്നെനിക്കൊരു സംശയം തോന്നിയ ഒരു മൊമെൻറ്റിൽ ഞാൻ അറിയാതെ നേരത്തെ പറഞ്ഞ കൂട്ടൊരു റിഫ്ലക്ഷൻ ഹരിവാലയുടെ ഉള്ളിൽ നിന്ന് വന്നു.